ഹേ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഈ വീഡിയോയിൽ ഞാൻ എന്നെ തന്നെ ഒരു ഡേറ്റിന് കൊണ്ടുപോയി. ഒരിക്കലും ഞാനിത് ചെയ്യും, ഞാനിങ്ങനെ ഒരു ഡേറ്റിന് സെൽഫ് ഡേറ്റിന് പോവും എന്നൊന്നും ഞാൻ മുന്നേ കരുതിയിരുന്നില്ല. എനിക്ക് ഈ ജോബ്, ഞാനിപ്പം ചെയ്യുന്ന ജോബ് ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ഐ വാസ് അറ്റ് ഹോം ആൻഡ് എനിക്ക് ഒരുപാട് ഫ്രീ ടൈം ഉണ്ടായിരുന്നു. ബട്ട് ആഫ്റ്റർ ഗെറ്റിംഗ് ദിസ് ജോബ് എൻ്റെ ടൈം മൊത്തമായിട്ട് മാറി. ലൈക്ക് ഞാൻ 9 പോവും, 6:30 കഴിഞ്ഞിട്ടാണ് ഞാൻ വീട്ടിലേക്ക് വരിക. പിന്നെ വീട്ടിൽ വന്നിട്ട് ജസ്റ്റ് ഫോൺ നോക്കിയിരുന്ന് കുറച്ച് സംസാരിച്ച് ഉറങ്ങി അടുത്ത ദിവസം വീണ്ടും ജോബിന് പോയി. ഒരു സൺഡേ മാത്രമാണ് എനിക്ക് ലീവ് ഉള്ളത്. ആ ലീവിന് നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. സോ എനിക്ക് ഞാനുമായിട്ടുള്ള ആ ഒരു ടൈം, ഒറ്റയ്ക്കുള്ളൊരു ടൈം എനിക്ക് ഒട്ടും കിട്ടാത്ത പോലെ തോന്നി. മുന്നേ ഒന്നും ഇങ്ങനെ ഒരു ഡേറ്റിന് പോകണം എന്നൊരു പ്ലാനോ ലൈക്ക് ഒറ്റയ്ക്ക് പോകണം എന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ബിക്കോസ് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഒരുപാട് ടൈം ഉണ്ടായിരുന്നു, എല്ലാം ചെയ്യാൻ വേണ്ടി ഒരുപാട് ടൈം ഉണ്ടായിരുന്നു. പക്ഷേ ജോബ് കിട്ടിയ ശേഷം ലൈക്ക് എല്ലാ ടൈമിലും ടൈം മാനേജ്മെൻ്റ് ഒന്നും എനിക്ക് പറ്റാതെയായി. അപ്പം ഒരു ദിവസം ലീവ് കിട്ടിയപ്പോൾ ഞാൻ കരുതി എന്നെ തന്നെ സ്വന്തമായിട്ടൊരു ഡേറ്റിന് കൊണ്ടുപോകുന്നുള്ളത്. അങ്ങനെ ഒരുപാട് വലിയ കാര്യങ്ങളൊന്നുമില്ല, വലിയ പ്ലാനിങ് ചെയ്തിട്ടൊന്നുമല്ല. ജസ്റ്റ് പോകുന്നു, എവിടെയെങ്കിലും ഒന്ന് പോകുന്നു, ഒരു ദിവസം എനിക്ക് വേണ്ടി മാത്രമായിട്ട് ഞാൻ മാറ്റി വെക്കുന്നു, പോയിട്ട് എന്താണോ ചെയ്യാൻ തോന്നുന്നത് അതൊക്കെ ചെയ്യുന്നു, വരുന്നു. ഇതേ ഞാൻ കരുതിയിരുന്നുള്ളൂ. പക്ഷേ അതൊരു നല്ല ദിവസമായിരുന്നു. എനിക്ക് സെൽഫായിട്ട് കുറച്ച് ടൈം എനിക്ക് തന്നെ വേണ്ടി മാറ്റി വെക്കാൻ പറ്റി. സോ എനിക്കിഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ചെയ്യണം, ജസ്റ്റ് ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഇന്നത് ചെയ്യണം അങ്ങനെയൊന്നുമല്ല, ലൈക്ക് ഇതൊക്കെ ചെയ്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പക്ഷെ പോയിട്ട് എങ്ങനെയാണോ അപ്പത്തെ മൂഡ് അനുസരിച്ച് പോവാം എന്ന് ഞാൻ കരുതിയുള്ളൂ. അങ്ങനെ ഫസ്റ്റ് ഞാൻ പോയത് ഷോപ്പിങ്ങിനാണ്. ലൈക്ക് ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്കും എൻ്റെ അമ്മയ്ക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഷോപ്പിംഗ്. അതും ഡ്രസ്സ് അങ്ങനത്തെ ടൈപ്പിനേക്കാളും എനിക്കിഷ്ടം ഗ്രോസറി ഷോപ്പിംഗ് ആണ്. ലൈക്ക് നമ്മളൊരു ഹൈപ്പർ മാർക്കറ്റിൽ പോകുന്നത്, അത് ഞാൻ എൻ്റെ അമ്മയ്ക്കും ഒരേപോലെ ഇഷ്ടമുള്ള കാര്യമാണ്. എൻ്റെ ഒരു ഹൈപ്പർ മാർക്കറ്റിൽ ഒരു ദിവസം മൊത്തം അവിടെ ആക്കിയാൽ ഞാൻ നല്ല ഹാപ്പി ആയിട്ടിരിക്കും. സോ ഞാൻ കരുതി ഒരു ഷോപ്പിങ്ങിന് പോകാമെന്ന്. ആൻഡ് നമ്മളൊരു ഡ്രസ്സ് എടുക്കാൻ പോകുമ്പം എന്തെങ്കിലും നമുക്ക് വേണ്ടി എടുക്കാൻ പോകുമ്പോൾ നമ്മൾ ഒരുപാട് ടൈം അവിടെ ചിലവഴിക്കും. അതിൽ നമ്മുടെ കൂടെ ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് ചിലപ്പോൾ മടുക്കും. നമുക്ക് സ്വന്തമായിട്ട് സാധനം എടുക്കുമ്പോൾ നമുക്കൊരു മടുപ്പും ഇല്ലാതെ നമ്മളിങ്ങനെ കുറേ ടൈം എത്ര നേരം വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാൻ നമുക്ക് ഒരു മടി ഉണ്ടാവില്ല. നമ്മൾ ട്രയൽ റൂമിൽ പോകും, ഒരുപാട് ഡ്രസ്സൊക്കെ ട്രയൽ ചെയ്ത് നോക്കും, അതൊന്നും നമുക്ക് ടൈം പോകുന്നത് അറിയില്ല. പക്ഷെ നമ്മുടെ കൂടെ ഒരാളുണ്ടെങ്കിൽ അയാൾക്കത് ഭയങ്കര മടുപ്പായിരിക്കും. അപ്പോൾ ഞാൻ എപ്പോഴും കരുതാറുണ്ട്, ഒറ്റയ്ക്ക് പോയി ഷോപ്പിംഗ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം ഒരാൾക്ക് നമ്മുടെ കൂടെ ഒരാൾ മടുത്തിരിക്കുന്ന സമയത്ത് നമുക്ക് ഓക്കെ എന്നാൽ പിന്നെ വേഗം ആക്കാമെന്ന് വെച്ച് വരുമല്ലോ. സോ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ നമുക്ക് എത്ര ടൈം വേണമെങ്കിലും നമുക്ക് സ്പെൻഡ് ചെയ്യാം. സോ ഫസ്റ്റ് ഞാൻ പോയത് ഒരു ക്യൂട്ട് ലിറ്റിൽ ഷോപ്പിങ്ങിനാണ്. ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടി ഞാൻ നേരെ പോയത് ഗോകുലം മാളിലേക്കായിരുന്നു. ഫസ്റ്റ് ഞാൻ നെസ്റ്റോയിൽ കയറി. അവിടെ നല്ല തിരക്കായതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ എനിക്ക് 2 ഡ്രസ്സ് വാങ്ങണമെന്നുണ്ടായിരുന്നു. സോ ഞാൻ വെസ്റ്റ് സൈഡിലേക്ക് പോയി. അവിടെ നിന്ന് ഒരു 3 ഡ്രസ്സ് ഞാൻ ട്രയൽ ചെയ്ത് നോക്കി. നമുക്ക് ഈ ട്രയൽ റൂമിൽ സെൽഫീസ് ആൻഡ് വീഡിയോസ് നമ്മുടെ ഫേവറേറ്റ് ആണല്ലോ. പ്രത്യേകിച്ചും ഗേൾസിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ്. കാരണം അവിടുത്തെ വേറിനെന്തോ കുറച്ചധികം ഭംഗിയാണെന്ന് തോന്നുന്നു. ഷോപ്പിംഗ് കഴിഞ്ഞ ശേഷം അങ്ങനെ ഇന്നത് ചെയ്യണം, അങ്ങോട്ട് പോകണം എന്നൊന്നും ഞാൻ കരുതിയിരുന്നില്ല. എനിക്ക് എവിടെ പോകണം എന്ന് ലൈക്ക് ഞാൻ പറഞ്ഞില്ല, മുന്നേ പ്ലാൻ ചെയ്യുന്നതല്ല. അവിടെ പോയിട്ട് അത് കഴിഞ്ഞാൽ എവിടെ പോകണം എന്ന് എനിക്ക് അപ്പം എന്താണോ തോന്നുന്നത് അവിടേക്ക് പോകാം എന്നേ ഞാൻ കരുതിയുള്ളൂ. സോ നെക്സ്റ്റ് ഞാൻ വിചാരിച്ചത് ഒരു നല്ല കഫേയിൽ പോയിരുന്നു എൻ്റെ ഫേവറേറ്റ് ഫുഡ് കഴിക്കാമെന്നാണ്. സോ ഒറ്റയ്ക്ക് പോകുന്ന സമയത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എനിക്കുള്ളൊരു പ്രോബ്ലം, എനിക്കങ്ങനെ ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു കഫേയിൽ അവിടുത്തെ ആംബിയൻസ് ചിലപ്പം സൂപ്പറായിരിക്കും, അവിടുത്തെ ഫുഡ് അടിപൊളിയായിരിക്കാം,
പക്ഷേ ഒരു ക്ലോസ്ഡ് കഫേയിൽ ഒറ്റയ്ക്കിരുന്ന് ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഒറ്റയ്ക്കിരിക്കാനാണെങ്കിൽ കുറച്ച് ഓപ്പൺ ആയിട്ടുള്ള നല്ല വ്യൂ കിട്ടുന്ന ഒരു പ്ലേസിലായിരിക്കണം. അത് കോഴിക്കോട് ഒരുപാട് അങ്ങനത്തെ കഫേസ് ഉണ്ട്. കാരണം നമുക്ക് ഏറ്റവും ബെസ്റ്റ് വ്യൂ കോഴിക്കോട് കിട്ടുകയെന്ന് പറയുന്നത് അത് ബീച്ച് വ്യൂ ആണ്. നമുക്ക് ബീച്ചിൽ നോക്കിയിരുന്ന് നമ്മൾ ഒറ്റയ്ക്കിരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. സോ ബീച്ച് വ്യൂ ഉള്ള ഒരു നല്ല കഫേയിൽ പോയിരിക്കുക എന്നാണ് ഞാൻ കരുതിയത്. കാരണം നമ്മൾ വേറെ ആൾക്കാരുടെ കൂടെ, നമ്മുടെ കൂടെ വേറൊരാളും കൂടെ വരുന്ന സമയത്തും ചിലപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന കഫേ ചിലപ്പം അവർക്ക് ഇഷ്ടാവില്ല, അവരിഷ്ടപ്പെടുന്ന കഫേ ചിലപ്പോൾ നമുക്ക് ഇഷ്ടാവില്ല. സോ നമ്മൾ എല്ലാവരുടെ ഒപ്പീനിയൻ ഒക്കെ നോക്കി എല്ലാവർക്കും ഒന്ന് ഒരുമിച്ച് പോകാൻ പറ്റിയൊരു കഫേയിലേക്കും പോവാം. സോ നമ്മൾ ഒറ്റയ്ക്ക് പോകുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ ഓക്കെ വേറെ ആളുടെ ഒപ്പീനിയൻ നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എവിടെയാണ് ഇഷ്ടം അവിടെ പോവാം, നമുക്ക് എന്താണ് ഇഷ്ടം നമുക്കത് വാങ്ങിക്കാം, നമുക്ക് എത്ര നേരം അവിടെ ഇരിക്കണം തോന്നുന്നു അത്രയും നേരം നമുക്ക് അവിടെ ഇരിക്കുകയും ചെയ്യാം. സോ ഞാൻ കരുതി ഒരു നല്ല കഫേയിൽ പോയിരുന്ന് എൻ്റെ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു ഫുഡ് കഴിച്ച് കുറച്ച് നേരം അവിടെ ഇരിക്കാം, ബീച്ചിൻ്റെ വ്യൂ നന്നായിട്ടൊന്ന് എൻജോയ് ചെയ്തിട്ട് നല്ലൊരു ഫുഡും കഴിച്ചിരിക്കാമെന്ന് ഞാൻ കരുതി. സോ ആദ്യം ഞാൻ പോകാൻ വിചാരിച്ചത് കട്ട്ലാസ് കഫേ ആയിരുന്നു, കോഴിക്കോട് സൗത്ത് ബീച്ചിലുള്ള. പക്ഷേ അവിടെ എന്തൊക്കെയോ കൺസ്ട്രക്ഷൻ വർക്ക്സ് നടക്കുന്നതുകൊണ്ട് ഫസ്റ്റ് ഫ്ലോറിൽ ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ കരുതി നേരെ ക്ലബ് സുലൈമാനിൽ പോകാമെന്ന്. കാരണം ക്ലബ് സുലൈമാനിലും കുറച്ച് ഓപ്പൺ ഏരിയാസ് ഉണ്ട്, നമുക്ക് ബീച്ചൊക്കെ ഇങ്ങനെ ഡയറക്റ്റായി കണ്ടുകൊണ്ട് ഫുഡൊക്കെ ഇരുന്ന് സുഖമായിട്ട് കഴിക്കാം. സോ ഞാൻ എൻ്റെ ഫേവറേറ്റ് ഫുഡായിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസും പെരി പെരി ഫ്രഞ്ച് ഫ്രൈസും പിന്നെ ചിക്കു ഷേക്കുമാണ് ഓർഡർ ചെയ്തത്. ഞാൻ എവിടെ പോയാലും ഓർഡർ ചെയ്യുന്ന ഒരേ ഒരു ഷേക്ക് ചിക്കു മാത്രമാണ്. ആൻഡ് ഈ ബീച്ചിൻ്റെ വ്യൂ ഒക്കെ കണ്ടുകൊണ്ട് നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ചിരിക്കുന്ന ആ ഒരു സുഖം ഉണ്ടല്ലോ, അടിപൊളിയായിരുന്നു. കുറച്ച് നേരം ഫുഡൊക്കെ കഴിച്ച് അവിടെ ഇരുന്നപ്പോൾ എനിക്കൊരു ഐസ്ക്രീം കഴിക്കാൻ വല്ലാത്ത കൊതി തോന്നി. അങ്ങനെ ഞാൻ കുറച്ച് നടന്നപ്പോൾ ഒരു ഐസ്ക്രീം സെൻറ്റർ കണ്ടു, ഫോമി ഐസ്ക്രീംസ് അങ്ങനെ എന്താണ് പേര്. സോ അവിടെ ഞാനൊരു ഐസ്ക്രീമും കഴിച്ചു. ഭയങ്കര ഹാപ്പി ആയിരുന്നു. നമ്മൾ ഒറ്റയ്ക്ക് പോകുന്നു, ഐസ്ക്രീം മേടിക്കുന്നു, ഒറ്റയ്ക്ക് കഴിക്കുന്നു, അതും ഒരു രസമായിരുന്നു. സോ ഈ ഫോമി ഐസ്ക്രീംസ് ആക്ച്വലി വരുന്നത് നമ്മുടെ കട്ട്ലാസ് കഫേൻ്റെ തൊട്ട് താഴെയായിട്ടാണ്. കഫേയിൽ നിന്ന് ഇറങ്ങിയ ശേഷം എനിക്ക് എവിടെയെങ്കിലും കുറച്ച് നേരം ഈ കഫേയും ഒന്നും അല്ലാതെ വെറുതെ ഒറ്റയ്ക്കിരിക്കണം എന്നുണ്ടായിരുന്നു. സോ എനിക്ക് എൻ്റെ കൂടെ ഒരാളില്ലെങ്കിലും ചുറ്റിലും ആൾക്കാരെ എനിക്ക് കാണണം. അതായത് ഭയങ്കര കാമായിട്ടുള്ള, ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ടിരിക്കുന്ന, അധികം ആൾക്കാരൊന്നും ഇല്ലാത്ത 2-3 ആൾക്കാർ മാത്രമുള്ളൊരു സ്ഥലത്തിരിക്കാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. എനിക്ക് ചുറ്റും ആൾക്കാരെ കാണണം. എൻ്റെ കൂടെ ആരും ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ നമ്മുടെ ചുറ്റുപാടും ഒരുപാട് ആൾക്കാരുണ്ടാവണം. അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഇരിക്കാനേ എനിക്കിഷ്ടമുള്ളൂ. സോ അങ്ങനത്തെ ഒരു സ്ഥലവും നല്ല വ്യൂവും കിട്ടുന്ന സ്ഥലം ഓഫ് കോഴ്സ് അത് ബീച്ച് തന്നെയാണ്. സോ ബീച്ചിൽ പോയിരുന്ന് നമുക്ക് ഒറ്റയ്ക്കിരിക്കാൻ അതൊരു ആർക്കും പറ്റുന്നൊരു കാര്യമാണ്. ലൈക്ക് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, നമുക്ക് ഒറ്റയ്ക്കിരിക്കണം, നമുക്ക് ഒരുപാട് നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി കിട്ടണം,
നമ്മുടെ ചിന്തകളിലേക്ക് മാത്രം ഒതുങ്ങി അടിപൊളിയായിട്ടൊന്ന് ഒരു കാമായിട്ടൊക്കെ ഇരിക്കണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് അത് ബീച്ചാണ്. കാരണം ബീച്ചിൽ ഒരുപാട് പേര് ഒറ്റയ്ക്ക് ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആരെയും എന്താ ശ്രദ്ധിക്കുന്നില്ല. ലൈക്ക് അവരൊറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ ഇരുന്നോട്ടെ, അങ്ങനെ ഒരു ചിന്തയിലാണ് അവിടുത്തെ എല്ലാവരും നടക്കുന്നത്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്ന സമയത്ത് ഒരുപാട് പേര് അങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് പാട്ടൊക്കെ ആസ്വദിച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഞാനും മുന്നേ അനിയത്തീനൊക്കെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ബീച്ചിലേക്ക് പോകും. സോ അവിടെ നമ്മൾ നല്ലൊരു പാട്ടും കേട്ട് നമ്മൾ ആ ബീച്ചിൻ്റെ വ്യൂ ഒക്കെ എൻജോയ് ചെയ്തിരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു എന്താ പറയുക, ഒരു കംഫർട്ട് സോൺ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു സംഭവമാണ് ബീച്ച് എന്ന് പറയുന്നത്. ബീച്ചിൽ പോയിരുന്ന് നമ്മൾക്ക് ഒരുപാട് എന്താ അറിയില്ല, ബട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് ബീച്ച് കാണുക, നമ്മൾ കടലിലെ തിരമാലകളൊക്കെ എണ്ണിയിരിക്കുക അതൊക്കെ പറയുന്നത്. സോ ഞാൻ കരുതി കഫേയിൽ നിന്ന് ഇറങ്ങിയ ശേഷം അവിടെ തന്നെയാണല്ലോ ബീച്ച്, കുറച്ച് നേരം ആ ബീച്ചിൽ പോയിരുന്ന് സൺസെറ്റൊക്കെ കണ്ട് ആസ്വദിച്ചിരിക്കുകയെന്ന്. ബീച്ചിൽ നിന്നൊക്കെ ഇറങ്ങിയ ശേഷം ഞാൻ പോകുന്നതിന് മുന്നേ പ്ലാൻ ചെയ്ത ഒരേ ഒരു കാര്യം, മെയിനായിട്ട് ഇത് ചെയ്യണം എന്ന് വിചാരിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് തന്നെ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കുക എന്നുള്ളതായിരുന്നു. ലൈക്ക് നമ്മൾ ഷോപ്പിങ്ങിന് പോയി ഡ്രസ്സ് വാങ്ങിച്ചു, അതൊക്കെ ശരി, പക്ഷെ അങ്ങനെയല്ല, എനിക്ക് ഞാൻ തന്നെ ഒരു ഗിഫ്റ്റായിട്ട് തന്നെ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുക. ലൈക്ക് നമുക്ക് എന്താണ് ഇഷ്ടം, നമുക്കിപ്പം എന്താണ് ഇഷ്ടം എന്നുള്ളത് നമുക്ക് മാത്രമേ അറിയുള്ളൂ, അത് വേറെ ആർക്കും അറിയില്ല. നമ്മുടെ ഓരോ ദിവസം നമ്മുടെ ചിലപ്പോൾ ഇഷ്ടങ്ങൾ മാറും. ഇന്ന് ചിലപ്പം ഇതായിരിക്കും നമുക്ക് ഇഷ്ടമുണ്ടാവുക, നെക്സ്റ്റ് ഡേ നമ്മുടെ ഇഷ്ടങ്ങൾ മാറും. ഇതൊക്കെ അറിയുന്ന ഒരേ ഒരാൾ നമ്മൾ മാത്രമാണ്. സോ ഞാൻ കരുതി എനിക്ക് വേണ്ടി എനിക്കിഷ്ടപ്പെട്ട ഒരു കുഞ്ഞു ഗിഫ്റ്റ്, അത് നമ്മൾ ഇത്ര എമൗണ്ടിൻ്റെതോ അങ്ങനെയൊന്നുമല്ല, ചെറിയ എമൗണ്ടിൻ്റെതാണെങ്കിലും നമുക്ക് വേണ്ടി തന്നെ ഒരു ഗിഫ്റ്റ് വാങ്ങിക്കുക എന്നുള്ളത്. സോ എനിക്ക് ഇപ്പോൾ ഇഷ്ടം, ഞാൻ ബുക്സ് വായിക്കുന്ന ആളാണ്, എനിക്ക് ബുക്സ് വായിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. സോ ഞാൻ കരുതി ഒരു നല്ല ബുക്ക്, ഞാൻ കുറേ ബുക്ക് ഞാൻ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്ക് വാങ്ങിക്കാനുള്ള, അതിൽ ഒരു നല്ല ബുക്ക് എനിക്ക് വേണ്ടി വാങ്ങിക്കുക എന്നുള്ളത്. സോ അതിൻ്റെ ഒരുപാട് വീഡിയോസോ കാര്യങ്ങളൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല, ബിക്കോസ് ഒന്നാമത് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, പിന്നെ അവിടെ ഭയങ്കര തിരക്കായിരുന്നു. സോ വലിയ വീഡിയോസോ കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല. പക്ഷെ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് നല്ലൊരു ബുക്ക്, എനിക്ക് സ്വന്തമായിട്ട് ഞാനൊരു ബുക്ക് ഗിഫ്റ്റ് ചെയ്തു. സോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന കാര്യമാണ്, നമ്മൾ ഒരുപാട് സാധനങ്ങൾ നമുക്ക് മേടിക്കും, പക്ഷെ നമ്മളൊരു ഗിഫ്റ്റായിട്ട് നമുക്ക് തന്നെ മേടിച്ച് നമുക്ക് തന്നെ കൊടുക്കുന്നത് അത് നല്ലൊരു സന്തോഷമുള്ള കാര്യമാണ്. ആൻഡ് നമുക്ക് എന്താണോ ഇഷ്ടം, ചെറിയ കാര്യങ്ങളായിരിക്കും, പക്ഷെ അത് വേറെ ആളറിയാൻ ചാൻസ് ഇല്ല. നമ്മുടെ ഇഷ്ടങ്ങൾ നമുക്ക് തന്നെ ആയിരിക്കും ഏറ്റവും കൂടുതൽ അറിയാം, അല്ല നമുക്ക് തന്നെ അറിയുള്ളൂ നമ്മുടെ ഇഷ്ടങ്ങൾ എന്താണ്. ഓരോ ദിവസം നമ്മൾ ഇഷ്ടങ്ങൾ മാറും, അത് നമുക്ക് മാത്രം അറിയുന്ന കാര്യമാണ്. സോ നമുക്ക് തന്നെ ഒരു കുഞ്ഞ് ഗിഫ്റ്റ് മേടിച്ച് കൊടുക്കുക, അത് നമുക്ക് ഒരുപാട് സന്തോഷം കണ്ടെത്താൻ പറ്റും. ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയ സമയത്ത് എനിക്ക് പുറത്തു പോകാനും ഫുഡ് കഴിക്കാനും വ്യൂ ഒക്കെ എൻജോയ് ചെയ്യാനും ഒക്കെ ഇഷ്ടമുള്ള ആളാണെങ്കിൽ പോലും അതിനെക്കാട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് എൻ്റെ വീട്ടിലിരുന്നിട്ട് എൻ്റെ റൂമിലോ എൻ്റെ ഹാളിലോ ഒക്കെ ഇരുന്ന് വളരെ ഹാപ്പി ആയിട്ട് വളരെ കാമായിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യമാണ്. ഒരു നല്ല സീരീസൊക്കെ കണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ഫുഡൊക്കെ ഉണ്ട്, ആ ഫുഡ് കഴിച്ച് നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സീരീസൊക്കെ കണ്ടിരിക്കുക എന്ന് പറയുന്നത് അത് വേറൊരു കംഫർട്ട് സോൺ തന്നെയാണ്. ലൈക്ക് പുറമെ പോയി ആ ഒരു ബഹളത്തിനുള്ളിൽ നിന്ന് നമുക്ക് വീട്ടിൽ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ. സോ ഞാൻ മറ്റേതിനെക്കാട്ടും കുറച്ചും കൂടി എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണ് എൻ്റെ വീട്ടിൽ തന്നെ ഇരിക്കുക എന്നുള്ളത്. സോ ലാസ്റ്റ് അതും കൂടി ചെയ്യാമെന്ന് കരുതി. കാരണം ഒരു ദിവസം ഞാൻ എനിക്ക് വേണ്ടി തന്നെ മാറ്റി വെച്ചതല്ലേ, അപ്പം എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ അതിലൊരു എല്ലാം ഇല്ലെങ്കിലും കുറച്ചെങ്കിലും എനിക്ക് പറ്റുന്നതൊക്കെ ചെയ്യാമെന്ന് ഞാൻ കരുതി. സോ ഞാൻ അങ്ങനെ എൻ്റെ ഒരു ഫേവറേറ്റ് സീരീസും എൻ്റെ ഫേവറേറ്റ് ഫുഡും കഴിച്ച് കുറച്ച് നേരം എൻജോയ് ചെയ്തിരിക്കാമെന്ന് കരുതി. ഇനി ഇതാണ് എൻ്റെ ഈ ഒരു ദിവസത്തിലെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ടൈം, ഒരു നല്ല സീരീസും നല്ല ഫുഡും. സോ ഇന്നത്തെ എൻ്റെ ഡിന്നർ ഞാൻ കാണിക്കാം. ഇതിൻ്റെ ഫേവറേറ്റ് ഫുഡാണ് ഇത്. എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ടൊമാറ്റോ റൈസാണ്. ആൻഡ് ഞാനൊരു നോർമൽ റൈസിൻ്റെ ഒരു ബിഗ് ഫാൻ അല്ല. എനിക്ക് നോർമൽ റൈസ് കറി അത് എനിക്കത്ര കഴിക്കും, പക്ഷെ എനിക്കത്ര താല്പര്യമില്ല. പക്ഷെ ബിരിയാണി, മന്തി,
ആൻഡ് ഇത് ടൊമാറ്റോ റൈസ് അമ്മ ഉണ്ടാക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം. ലൈക്ക് ചിക്കനൊന്നും ഇല്ലാതെ ബിരിയാണി മസാലയും ആ ചോറും കഴിക്കുമ്പോഴുള്ള ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, സെയിം എഫക്റ്റാണ് എനിക്ക് ഈ ടൊമാറ്റോ റൈസിന് കിട്ടാറ്. സോ എൻ്റെ ഒരു അമ്മയ്ക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, പക്ഷെ നമുക്ക് ഇഷ്ടമാവുന്ന ടൈപ്പ് ഒരു ഫുഡാണിത്. സോ ഇന്ന് എനിക്ക് ഡിന്നറിന് ഇതുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് എനിക്ക് ഇഷ്ടപ്പെട്ട സീരീസും കാണാം. സോ ഞാനിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് മാനിഫെസ്റ്റ് എന്ന് പറഞ്ഞ സീരീസാണ്. അത് ഇപ്പം ഞാൻ കുറച്ചായിട്ട് കാണാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് സീസൺ 1 തന്നെയാണ്. എത്ര എപ്പിസോഡായി? 8-9 സോ അത് കാണണം. ആൻഡ് എൻ്റെ ഇഷ്ടപ്പെട്ട ഫുഡും ഉണ്ട്. സോ ഞാൻ കുറച്ച് നേരം എൻ്റെ ഫേവറേറ്റ് ഫുഡും എൻ്റെ സീരീസും ഒക്കെ ഒന്ന് എൻജോയ് ചെയ്യട്ടെ. സോ ലൈക്ക് ഇന്ന് മീൻസ് ഒരുപാട് സ്ഥലത്ത് പോയി, പക്ഷേ എനിക്ക് അത് ഞാൻ പറഞ്ഞോളൂ, എനിക്ക് അതിനേക്കാളൊക്കെ ഏറ്റവും ഇഷ്ടം എൻ്റെ വീട്ടിലിരുന്ന്, അതും ഇഷ്ടമാണ്, പക്ഷേ വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു വീഡിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സീരീസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട ഫുഡോ കഴിച്ച് വീട്ടിലിങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുകയാണ് ഏറ്റവും ഇഷ്ടം. സോ ഇന്ന് അതുകൂടെ ഞാൻ ചെയ്യാൻ പോവാണ്. അപ്പം ഞാനിന്ന് എൻജോയ് ചെയ്യാം. സോ ഇതൊക്കെയാണ് ഞാൻ എൻ്റെ ഒരു സെൽഫ് ഡേറ്റിൽ ഞാൻ ചെയ്ത കാര്യങ്ങൾ. സെൽഫ് ഡേറ്റ് എന്നൊന്നും പറയാനില്ല എങ്കിൽ ഞാൻ ചെയ്ത കാര്യങ്ങൾ. സോ എനിക്കിഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, എല്ലാം ഒന്നും ഇല്ലെങ്കിലും കുറച്ച് കാര്യങ്ങൾ ഞാൻ ചെയ്തു. ബട്ട് അത് നല്ലൊരു തീരുമാനമായിരുന്നു എനിക്ക് തോന്നി. ബിക്കോസ് ഞാൻ നന്നായിട്ട് അത് എൻജോയ് ചെയ്തു. എനിക്ക് സ്വന്തമായിട്ട് കുറച്ച് ടൈം കിട്ടിയ പോലെ ഫീൽ ചെയ്തു. നമുക്ക് ഈ ജോബും കാര്യങ്ങളൊക്കെ ഇടെ പെട്ടെന്ന് നമ്മൾ അതിലേക്ക് ഷിഫ്റ്റ് ആവുന്ന സമയത്ത് നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ എനിക്കൊരു 6-7 മാസം എടുത്തു. ലൈക്ക് ഞാൻ വീട്ടിൽ തന്നെ ഇരുന്ന ഒരാൾ പെട്ടെന്ന് ജോലിയിൽ കയറി, പെട്ടെന്ന് മൊത്തമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒരു ടൈമൊക്കെ മാറിയപ്പോൾ അതൊക്കെ ഒന്ന് മാനേജ് ചെയ്ത് എനിക്ക് തന്നെ സ്വന്തമായി ടൈം കണ്ടെത്താനും എല്ലാത്തിനും ടൈം കണ്ടെത്താൻ ഞാൻ കുറച്ച് ടൈം മാനേജ് ചെയ്യാൻ കുറച്ച് ടൈം എടുത്തു. സോ എന്തായാലും അത് ഓക്കെ ആയി. ഞാൻ ആ ഒരു സെൽഫ് ഡേറ്റിന് പോയത് എന്തായാലും നല്ലൊരു തീരുമാനമായിരുന്നു. ബിക്കോസ് എനിക്ക് തന്നെ സ്വന്തമായിട്ട് നമുക്കൊരു എന്താ പറയുക, ഒരു സന്തോഷം തോന്നി. ലൈക്ക് നമുക്ക് വേണ്ടി ടൈം കണ്ടെത്താൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് ആലോചിക്കുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ്. സോ അങ്ങനെ ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്തു. ഷോപ്പിംഗ് ചെയ്തു, എൻ്റെ ഫേവറേറ്റ് കഫേ പോയി ഫേവറേറ്റ് ഫുഡ് കഴിച്ചു, പിന്നെ എൻ്റെ ഇഷ്ടപ്പെട്ട വ്യൂ ഒക്കെ കുറച്ച് നേരം എൻജോയ് ചെയ്തു, എൻ്റെ ഇഷ്ടപ്പെട്ട സീരീസ് കണ്ടു, എനിക്ക് വേണ്ടി ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു. ഇത്രയൊക്കെയുള്ളൂ ഞാൻ ചെയ്തത്. കാരണം നമുക്കൊരു ദിവസത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. സോ നിങ്ങളും ഇത് കാണുന്ന ആർക്കെങ്കിലും ലൈക്ക് നമ്മൾ സ്വന്തമായിട്ടൊരു ഡേറ്റിനൊക്കെ പോവും, അത് ശരിക്കും നല്ല രസമാണ്. ചിലവർക്കത് പറ്റാത്ത കാര്യമാണ് ഒറ്റയ്ക്ക് പോകുന്നത്. പക്ഷെ നമ്മൾ ഒരു തവണ അത് പോയി കഴിയുമ്പം ആ ഒരു നമ്മളായിട്ടുള്ള ഒരു സെൽഫ് ടൈം നമ്മൾ എൻജോയ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് അടിപൊളിയാണ്. ആക്ച്വലി എനിക്ക് തോന്നിയിട്ടുണ്ട് അത് അടിപൊളിയാണെന്നുള്ളത്. സോ ദാറ്റ്സ് ഇറ്റ്. അത്രയേ ഉള്ളൂ. Hope you all are enjoyed this video, and thank you so much for watching. Bye.